മാത്രം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത്രയും സമയം വരെ ഒരു വക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിവിടെ വെച്ച് അവർ രാവിലെ ഒരു അടുപ്പും ഒക്കെ കൊണ്ട് തന്നേച്ച് അവർ പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ട് അവർ അതും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അപ്പുറം പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പുറം 2 മണിയൊക്കെ ആയി വന്നപ്പോൾ. ഒന്നരയൊക്കെ ആയി, ഒരു 12-1 മണിയൊക്കെ ആയി. അപ്പോഴാണ് വന്ന് പറഞ്ഞത്. അപ്പുറം പോയി കഴിച്ചോളാൻ പറഞ്ഞു. നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ അവിടെ പോയിരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പുറം കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അതിനങ്ങേരത്ത് കിടപ്പുണ്ട്, ഒരാൾ കിടപ്പുണ്ട്. അങ്ങനെ എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞ്, ഞാൻ പറയും, ഈ പിള്ളേർ ഇത്രയും പേരെയും കൊണ്ട് എങ്ങനെ അപ്പുറം പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്നും ചെയ്യാതാണോ ഈ പിള്ളേരെ വെച്ചുകൊണ്ട് കഴിക്കുന്നതെന്ന്. പിള്ളേരെ വെച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാതാണോ കഴിക്കുന്നത്? പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് എനിക്കറിയില്ല. 2-3 സാറന്മാർ വന്ന് അവരാ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലൊന്നും വെക്കാതാണോ കഴിക്കുന്നതെന്ന്. ഞങ്ങൾ വീട്ടിൽ ജോലി ചെയ്ത് ഞങ്ങൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഈ പുള്ളി അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വേറെ എന്നാ പറയാനാ, നിങ്ങൾ വീട്ടിലൊന്നും കഴിക്കും. നമ്മൾ വീട്ടിലൊന്നും ചെയ്യാതൊന്നുമില്ല. നമ്മൾ വെള്ളം പൊങ്ങിക്കൊണ്ടുള്ള രീതി നമ്മളിങ്ങനെ വന്ന് കിടക്കുന്നാലും ഇങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഞങ്ങൾ പോയി ക്യാമ്പിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആഹാരങ്ങളും ഫുഡും എല്ലാം കിട്ടി. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും? അതുകൊണ്ട് ഞാനായിരുന്നു വന്നത്, ആശുപത്രിയിലായിരുന്നു. ഞാൻ ആശുപത്രി കഴിഞ്ഞിട്ട് വന്നത്. മോനൊക്കെ ഇവിടെ ഇല്ല ഇതുവരെ. പറയുമെന്താ പറയാ, നമ്മൾ ചോദിച്ചില്ലേ രാവിലെ മുതൽ? ഞങ്ങൾ താമസം വന്ന ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആൾക്കാർ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. അത് കാരണം എന്നാ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഇവരൊക്കെ പറഞ്ഞു കേട്ടപ്പം മുൻകാല ക്യാമ്പിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ തന്നാൽ ഞങ്ങൾ വെച്ച് കഴിച്ചോളാം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മതിൽക്കെട്ടിന് അപ്പുറം ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇത്രയും 3 പിള്ളേരെ കൊണ്ട് ഞങ്ങൾ അപ്പുറം കുഞ്ഞു പിള്ളേരെ 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഈ 3 വയസ്സ് പിള്ളേരെ കൊണ്ട് ഞങ്ങൾ വേറെ അപ്പുറം ഈ മതിൽക്കെട്ടിന് അപ്പുറം ഞങ്ങൾ ഈ റോഡിൽ കൂടെ നടന്നു പോയി ഞങ്ങൾ ജോലി ചെയ്ത് കഴിക്കണമെന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് എന്താ നിങ്ങൾ വീട്ടിലൊന്നും ചെയ്യാനാണ് കഴിക്കുന്നതെന്ന്. ഞങ്ങൾ വീട്ടിൽ ജോലി ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ട് പിള്ളേർ. നമ്മൾ ഇത്രയും ജനങ്ങൾ താമസിക്കുന്നിടത്ത് പിള്ളേരെ നമ്മൾ ഇട്ടേച്ച് നമുക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇവിടെ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും ആക്കി തന്നാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വെച്ച് കഴിച്ച് ഞങ്ങൾ പോകുന്നതോട് കുഴപ്പമില്ല. നമുക്ക് കഴിക്കാനുള്ള ചെയ്യാനുള്ള ഫുഡിനുള്ള ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് തന്നാൽ മാത്രം മതി. അത് തന്നെയാണ് ഇവർ പറയുന്നതിൽ ഒരു ഭരണകൂടം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ആരെങ്കിലും വന്നിരുന്നോ അവിടെ? ഇവരെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ഭക്ഷണം കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും ചോദിക്കാനായിട്ട് ഇവിടെ വരികയായിരുന്നു? രാവിലെ സാറുമാര് വന്നായിരുന്നു. അവർ വന്ന് അപ്പുറത്ത് പോയി കഴിച്ചോളാം. ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 11 ആയപ്പോൾ പറഞ്ഞു അപ്പുറത്ത് പോയി കഴിക്കാൻ പറഞ്ഞു. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് തൊട്ടപ്പുറത്തെ ക്യാമ്പിലേക്ക് പോയി 150 ആളുകളോട് തൊട്ടപ്പുറത്തെ ക്യാമ്പിലേക്ക് പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതിൽ ഔചിത്യക്കുറവുണ്ട്. അതായത് കുടിവെള്ളം പോലും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അഖിൽ, എത്ര ദൂരമുണ്ട് ആ ക്യാമ്പിലേക്ക് ഇവിടെ നിന്ന്? ഒരു വക കഴിക്കാനോ എടുക്കാനോ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 10-100-150 മീറ്ററോളം ദൂരമുണ്ട്. അതായത് തൊട്ടപ്പുറത്തെ ഒരു സ്കൂളാണ്. ഇതൊരു സ്കൂളിന്റെ കോമ്പൗണ്ടാണ്. ഈ പുറത്തേക്ക് ഇറങ്ങി തന്നെയല്ലേ നമുക്ക് അപ്പുറത്തെ റോഡ് വഴി തന്നെയല്ലേ അപ്പുറത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. തന്നെയാണ് സമയത്ത് കുഞ്ഞുങ്ങളായിട്ട് പോകാൻ പറ്റത്തുണ്ട്, ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇവര് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് രാവിലെ ഗ്യാസൊക്കെ കൊണ്ടുവന്ന് തന്നതാണ്. കൊണ്ടുവന്ന് തന്നിട്ട് അവർ എടുത്തോണ്ട് പോയി. ഗ്യാസ് കൊണ്ടുവന്ന് നാളെ കൊണ്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വല്ലതും പറയാൻ ഒക്കുമോ? നമ്മളായാലും വെള്ളത്തിൽ നിന്ന് വലിഞ്ഞു കയറി ഇവിടെ വന്നുപോയി. അതുകൊണ്ട് പിന്നെ ഇവിടെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് കുട്ടികളും മുതിർന്നവരും അടക്കം 60ഓളം പേര് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെ ഈ രാവിലെ മുതൽ ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടിവെള്ളം നൽകിയിട്ടില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുടിവെള്ളം പോലും നൽകിയില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പണം കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം വന്നു.